முடியவில்லை. இயேசு கதவை அடைத்தார், யாராலும் திறக்க முடியவில்லை. Come on. இயேசு கதவை திறந்தார், யாராலும் அடைக்க முடியவில்லை. இயேசு கதவை அடைத்தார், யாராலும் திறக்க முடியவில்லை. திறந்திடுவார் கதவை, திறந்திடுவார் எனக்காய் கதவை திறந்திடுவார். அடைத்திடுவார் கதவை, அடைத்திடுவார் எதிரியின் கதவை அடைத்திடுவார். യേശുക്രിസ്തുവിനെ ഏറിക്കയറ്റുന്നവർ ഈ ഒരു പരാമർശം നടത്തിയത് ഞാനല്ല. ഈ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് അതിൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കമന്റാണ് യേശുക്രിസ്തുവിനെ ഏറിക്കയറ്റുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ. ക്ലെവർ വർഗീസ് എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഈ പെൺകുട്ടി പാടിയ ഒരു പാട്ടാണ് വലിയ രീതിയിൽ വിവാദമായി മാറുകയും പല കോണുകളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാട്ട് വിമർശിക്കപ്പെടേണ്ട പാട്ടാണോ? അത് നമുക്കൊന്ന് പരിശോധിക്കാം. ക്ലെവർ വർഗീസ് എന്ന പേരുള്ള ഈ പെൺകുട്ടി ഒരു സുവിശേഷ ദമ്പതികളുടെ ഇളയ മകളാണ്. മധ്യപ്രദേശത്താണ് താമസിക്കുന്നത്. ഈ സുവിശേഷ ദമ്പതികൾ ഈ മധ്യപ്രദേശത്ത് ദീർഘകാലമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പെൺകുട്ടി ജനിച്ച കാലം മുതൽ ഈ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കണ്ട് വളർന്ന പെൺകുട്ടിയാണ്. അതോടൊപ്പം ദൈവം പാടുവാനുള്ള ഒരു കഴിവ് ഈ പെൺകുട്ടിക്ക് കൊടുത്തു. അത് നന്നായി ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പാട്ട് ഇങ്ങനെ സുവിശേഷ രംഗത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പൊതുവേദികളിൽ പാടുന്നതും അതോടൊപ്പം തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും ഒക്കെ വലിയ വിവാദങ്ങൾക്ക് കാരണമായി. അത് അവരെ കുടുംബപരമായിട്ട് വിഷമിച്ചു എന്നാണ് ഇവരുടെ, അതായത് ക്ലെവർ വർഗീസിന്റെ അപ്പനും അമ്മയും ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ക്ലെവർ വർഗീസിന്റെ ഈ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും അങ്ങനെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുകയും കമന്റ് ബോക്സുകൾ നിറച്ചും ഈ പെൺകുട്ടിയെ വളരെ ബോധപൂർവം വിമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ പല ആളുകൾ എഴുതുകയും ചെയ്തു. അപ്പോൾ അതിനകത്തിൽ ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ വരെ വലിയ രീതിയിൽ വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു പാട്ടിനെ വിമർശിക്കാം, അതായത് ഈ പാട്ടിന്റെ വരികൾക്കൊന്നും യാതൊരു വിധമായിട്ടുള്ള തെറ്റുകളുമില്ല. ഈ പാടിയ ആ ഒരു രീതിയാണ് ആളുകൾ കൂടുതലായിട്ട് വിമർശിക്കുന്നത്. ആ വിമർശനം ഒരു അതിരിനപ്പുറത്തേക്ക് കടക്കുന്നു എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു പാട്ടിനെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നത് ക്ലെവർ വർഗീസ് എന്ന ആ ഒരു പെൺകുട്ടിയെ ഉദ്ദേശമല്ല, ആ പാട്ടിനെ ഉദ്ദേശമാണ്. ആ പാട്ടിന്റെ വരികൾക്ക് യാതൊരു വിധമായിട്ടുള്ള കുഴപ്പങ്ങളും ഞാൻ കാണുന്നില്ല. എന്നാൽ ഈ ഒരു പെൺകുട്ടി ആ പാട്ടിലൂടെ അവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് എന്ത് സന്ദേശമാണ് നൽകുവാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് നൽകുവാൻ വേണ്ടി ഇത്തരത്തിൽ അതിൻ്റെ ഇടയ്ക്ക് അന്വേഷ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടക്കുക, അല്ലെങ്കിൽ ഈ ഒരു പാട്ടിനെ റാപ്പ് രൂപത്തിലേക്ക് മാറ്റുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സൈലന്റ് ആയിട്ട് നിന്ന് ആ ഒരു പാട്ട് വളരെ നല്ല ട്യൂണോട് കൂടി പാടിയാലും അവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് എന്ത് സന്ദേശമാണ് ഈ പെൺകുട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ പാടിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിമർശനത്തിന് ഈ ഒരു പാട്ട് കാരണമാകില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്കിതിനെ വിലയിരുത്തുവാൻ സാധിക്കത്തില്ല. ഇത്തരമുള്ള പാട്ടുകൾ ധാരാളമായി പെന്തക്കോസ് വേദികളിൽ ഇങ്ങനെ പാടുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം. സോഷ്യൽ മീഡിയ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ധാരാളം പാട്ടുകൾ നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ആളുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് വിമർശനം ഉന്നയിക്കപ്പെടുമെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ബോധപൂർവം ഇവര് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം പാട്ടുകൾ എത്തരത്തിലുള്ള ആത്മീയ വർധനമാണ് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉത്തരവുമില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ സങ്കീർത്തനങ്ങളുണ്ട്. അതാണ് പ്രധാനമായിട്ടും പാട്ടുകളായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പാടേണ്ടത്. എന്നാൽ പിന്നീട് പാട്ടെഴുത്തുകാർ വന്നു,
ആ പാട്ടെഴുത്തുകാർ ബൈബിളിലെ കാര്യങ്ങളും അതുപോലെ സങ്കീർത്തന ഭാഗങ്ങളും അതുപോലെ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നല്ല പാട്ടുകൾ എഴുതി. KV സൈമൺ സാറും അതുപോലെ ME ചെറിയാൻ സാറും ഒക്കെ നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകൾ സമുദായ ഭേദമന്യേ അവരെല്ലാവരും പാടുന്നുണ്ട്. നല്ല രീതിയിലുള്ള ആത്മീയ വർധനവ് ഈ വിശ്വാസികൾക്കെല്ലാം ലഭിക്കുന്നുണ്ട്. എന്നിട്ടും അത്തരം പാട്ടുകളൊക്കെ ഇരിക്കെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസികൾ തന്നെ അതിന് കൃത്യമായി മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു പാട്ട് പാടിയ ക്ലെവർ വർഗീസിന്റെ മാതാവും പിതാവും കൂടെ ചേർന്ന് ഒരു യൂട്യൂബ് ചാനലിന് ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട്. അതിന്റെ കമന്റ് ബോക്സ് പരിശോധിക്കുന്ന സമയത്ത് 99.9% കമന്റുകളും ഇവർക്കെതിരാണ്. അപ്പോൾ ഈ മാതാപിതാക്കള് ചേർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, തന്റെ മകൾ ഇങ്ങനൊരു പാട്ട് പാടിയതിനെ തുടർന്ന് മലയാളികളുടെ ഭാഗത്ത് നിന്ന് വളരെ മോശം കമന്റുകൾ വന്നു, അത് ഞങ്ങളെ വേദനിപ്പിച്ചു എന്ന്. അത് ശരിയായിരിക്കാം. എന്നാൽ സുവിശേഷനായ ഈ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തൊക്കെയായാലും എൻ്റെ മകള് വൈറലായി, ലോകം മുഴുവനും അവളെ അറിയുവാൻ ഈ ഒരു പാട്ട് കൊണ്ട് സാധിച്ചു എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. അത് ശരിയായിരിക്കാം. എന്നാൽ ഈ മാതാവ് പറയുന്ന കാര്യത്തോട് ഒട്ടുമേ യോജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആ കമന്റ് ബോക്സ് നിറച്ചും വളരെ നെഗറ്റീവ് കമന്റ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ആ മാതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ കേരളത്തിലുള്ള സകല മലയാളികളും വളരെ മോശപ്പെട്ട ആളുകളാണ് എന്ന് അറിയുന്നത് ഈ ഒരു സംഭവത്തോട് കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും മലയാളികളാണ് എന്നുള്ള കാര്യം ഓർക്കണം. ഇവർ പണ്ടേ ഇവിടുന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി അവിടെ ചെന്ന് സുവിശേഷ വേല ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊരു നോർത്ത് ഇന്ത്യൻ സംസ്കാരം ബാധിച്ചത് കൊണ്ടാവാം ഇത്തരത്തില് മലയാളികളെല്ലാം വളരെ മോശക്കാരാണ് എന്നുള്ള കാര്യം അവർക്ക് തോന്നിയത്. ഈ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തങ്ങളുടെ മകൾക്ക് ദൈവമായിട്ട് നല്ലൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്, പാടാനുള്ള കഴിവ്. അപ്പോൾ അത് ആ പെൺകുട്ടി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ കയറി കാണുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള പാട്ടുകളെ എല്ലാ ആളുകൾ കൂടുതലായിട്ട് വിമർശിക്കുന്നത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ പാട്ട് അവതരിപ്പിച്ച രീതിയാണ് ആളുകൾ വിമർശിക്കുന്നത്. അപ്പോൾ ഇത്തരം പാട്ടുകൾ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നേ ഇതൊന്ന് സ്വയം വിലയിരുത്തുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അതായത് ഈ പാട്ട് പാടുന്ന ആളും അതുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും സ്വയം ഈ ഒരു പാട്ട് വിലയിരുത്തിയതിനു ശേഷം ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇത് വിമർശനങ്ങൾക്ക് കാരണമായി തീരുമോ എന്ന് സ്വയം വിലയിരുത്തണം. അതിനുശേഷം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുന്ന ആളുകളുടെ എണ്ണവും ഇത്തരത്തിലുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണവും വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അവരോടായിട്ട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ എന്ത് തന്നെ പാടിയാലും ഏതൊക്കെ രീതിയിൽ ആ പാട്ട് അവതരിപ്പിച്ചാലും എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം ഉള്ളതായിരിക്കണം. അല്ലാതെ ദൈവനാമത്തെ ഇത്തരത്തിൽ അപമാനിക്കുന്ന രീതിയിൽ ആയിത്തീരുവാൻ ഒരു കാരണവശാലും പാടില്ല.